സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് കപ്പൊക്കവട. ഓക്കെ, സോ അതിനായി ഇവിടെ ഞാനിതാ 2 ഗ്ലാസ് അരിപ്പൊടി, പിന്നെ അതാ 2 ഗ്ലാസ് കടലമാവ് എടുക്കണം, 1 ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. 1 ഗ്ലാസും കൂടി അളന്നെടുക്കുക. നമുക്കതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ മാവ് റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് അതിലേക്ക് എന്തൊക്കെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം കേട്ടോ. കായോടുണ്ട്, അടുത്തത് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, അടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു എരിവിന് ആവശ്യമുള്ളത് അവരവർക്ക് എരിവിന് ആവശ്യമുള്ളത് ഇടാം. ഞാനൊരു അധികം എരിവ് വേണ്ട പറഞ്ഞപ്പോൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഓമം, അജ്വൈൻ, അതിനെ കയ്യിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടണം കേട്ടോ, നല്ല വാസന ഉണ്ടാവും. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ബട്ടറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഇപ്പോൾ മാവൊക്കെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാൻ കിട്ടണം. നമുക്കെന്നിട്ട് ആ പിഴിയണ നാഴിയിലിട്ടിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. ഇനി അടുത്തത് അതാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാനിന്ന് ഇതിലാണ് പിഴിയാൻ പോണത് കേട്ടോ. ഇതാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇത് പിഴിയാനുള്ളത് കേട്ടോ, തട്ട്, ചില്ല്. ഓക്കെ, ഇനി ഇത് മാവ് വളരെ എളുപ്പമാണ്. നമുക്ക് മാവ് എടുക്കുക, എടുത്തിട്ട് ഇതിനുള്ളിലേക്ക് ഇടുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യും. ഇതിപ്പോൾ ഈ നാഴിയും കൂടി ഉണ്ട്. നമുക്ക് ഏതാ സൗകര്യം വെച്ചാൽ അത് എടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ പക്ഷേ ഇതാണ് എടുക്കണം. ഇതിലാണെങ്കിൽ എനിക്ക് ഡബിൾ ഇതാണുള്ളത്. അപ്പം ഞാനിന്ന് സിംഗിളായിട്ടുള്ളതിൽ ചെയ്യാൻ വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ പിഴിഞ്ഞ ശേഷം ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിനെ മറിച്ചിടാൻ പാടുള്ളൂ. രണ്ടില്ലേ, ഇത് ഒരുപാട് നേരമൊന്നും എണ്ണയിലിടേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് ഇതായി കിട്ടും. ഇതിപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ കണ്ടോ കളറൊക്കെ.
ഇപ്പോൾ ഇതാ ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. വരും. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, എല്ലാം കറക്റ്റ്, നൈസ്.